ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇനി നന്ദിനിയെ സൂര്യ രക്ഷിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അങ്ങനെ സൂര്യക്ക് ആ ഗുണ്ടകൾ ഫോൺ ചെയ്യാണ്, ഞങ്ങൾ ഇന്ന സ്ഥലത്ത് ഇന്നൊരു സാധനം വെച്ചിട്ടുണ്ട്, നീ അത് വാങ്ങി ഞങ്ങളുടെ മുന്നിലോട്ട് വരണമെന്നുള്ള ആ ആവശ്യം ഉന്നയിക്കുകയാണ്. ഇതേസമയം സൂര്യ ശരിയെന്ന് പറയാണ്. പക്ഷേ തൻ്റെ അച്ഛനോട് ഇക്കാര്യം പറയാൻ പറ്റത്തില്ല. തൻ്റെ അച്ഛൻ ഇവിടെ ആകെ ടെൻഷനാവും. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ മറച്ചു വെക്കണം, മറച്ചു വെക്കേണ്ടത് തന്നെ എന്ന് മനസ്സിൽ ചിന്തിച്ച് താൻ അവിടെ നിന്നും ഒന്നും മിണ്ടാതെ ഇറങ്ങുമ്പോൾ പത്മയാണെങ്കിലോ അടവുകൾ പ്രയോഗിക്കുകയാണ് കേട്ടോ. പത്മ പറയാണ്, അതെ, എനിക്ക് എൻ്റെ 30ാം വിവാഹ വാർഷികം ആഘോഷിക്കണം. അതിന് ഞാൻ ആരെയും നോക്കുന്നില്ല, അത് ആഘോഷിച്ചേ പറ്റത്തുള്ളൂ. അതിന് ഞാനൊരു വഴി പറഞ്ഞു തരട്ടെ എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രജയോട് കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇന്ദ്രജ കാര്യങ്ങളൊക്കെ കേട്ട് അവർ ആ 30ാം വാർഷികം ആഘോഷിക്കാനുള്ള ആ ഒരു തീരുമാനമെടുക്കുമോ ഇവർക്ക് ആർക്കും ഒന്നും മിണ്ടാൻ പറ്റത്തില്ല. പത്മയുടെ മരണമാണ് പത്മ പറഞ്ഞിരിക്കുന്ന വഴി. അങ്ങനെ ആ വിവാഹ വാർഷികം ആഘോഷിക്കാൻ ഒരുങ്ങുമ്പോൾ യതീന്ദ്രൻ പോലും അത് തടയുന്നുണ്ട്. പക്ഷേ യതീന്ദ്രൻ്റെ ആ ഒരു തടച്ചിലൊന്നും കാര്യമാക്കാതെ ഇവർ മരണം മുന്നിൽ കാണിച്ച് അതുപോലെ തന്നെ നറുക്കിട്ടും ഈ ഒരു വിവാഹ വാർഷികം ഒരുങ്ങുകയാണ് കേട്ടോ. അങ്ങനെ ഇവർ വിചാരിച്ചതുപോലെ തന്നെ ആ വിവാഹ വാർഷികം ആഘോഷിക്കാനുള്ള ആ ഒരു കാര്യങ്ങളിലോട്ട് സൂര്യയെ കൊണ്ടും യതീന്ദ്രനെ കൊണ്ടും എത്തിപ്പിച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ പത്മ റൂമും അടച്ചിരിക്കുകയാണ്. പത്മ മരണം പറയുമ്പോൾ ഇവരെത്തുകയാണ്. നറുക്കിട്ട് നന്ദിനി ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്നുള്ള ആ കളിപ്രയോഗം നടത്തുകയാണ്. അപ്പോഴാണ് സൂര്യക്ക് ഈ ഫോൺ കോൾ എത്തുന്നത്. സൂര്യയോട് ഇവർ പറയുകയാണ്, ഇന്ന ഓട്ടോറിക്ഷയിൽ നീ കയറി വരണം, ഇത് ഒരു കണ്ണട വെച്ച ഒരാളെടുത്ത് ഒരു പാക്കറ്റ് ഉണ്ടാവും, അത് വാങ്ങി വരണം എന്നൊക്കെ പറയാണ്. അത് പ്രകാരം തന്നെ അത് വാങ്ങി വരികയും ആ ഓട്ടോയിൽ കയറുകയും, അപ്പോൾ ആ ഓട്ടോയിലാണെങ്കിൽ വേറൊരു ആളുണ്ടാവും. ആ ആളെ ഒഴിവാക്കി ഒരുപാട് പൈസ അവർക്കും ഇവർക്കും ഒക്കെ കൊടുത്ത് ആ ഓട്ടോയിൽ തന്നെ സൂര്യ പോവുകയും പിന്നീട് വഴിയിൽ വെച്ച് ഈ സമയം വഴിയിൽ വെച്ച് ഒരു പിക്കപ്പ് കാണുന്നുണ്ട് കേട്ടോ. അതിലേക്ക് യൂസാക്കിയ ഫ്രിഡ്ജ്, TV, അതുപോലെ അലമാറ, കട്ടില് അങ്ങനെയുള്ള സാധനങ്ങളായിരിക്കും. അങ്ങനെ സൂര്യ അതിലങ്ങ് കയറി പറ്റുകയാണ്. സൂര്യ അറിയാതെ കയറുകയാണ്. കാരണം അറിയാതെയല്ല, ഗുണ്ടകൾ സൂര്യയെ ആക്രമിക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ. സൂര്യയെ കൊല്ലാൻ ശ്രമിക്കുന്ന സമയത്താണ് സൂര്യ ഈ ഗുണ്ടകളുടെ തന്നെ ലോറിയിൽ കയറി പറ്റുകയാണ്. അവരുടെ വീട്ടിലോട്ടാണ് ഈ യൂസാക്കിയ സാധനങ്ങളുമായി പോകുന്നത്. അതിലൊരു അലമാറയിൽ സൂര്യ കയറുകയാണ് കേട്ടോ. ഇതേ സമയം നന്ദിനിയാണെങ്കിലോ ആരും അറിയാതെ ആ ഗോഡൗണിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടാവും. പക്ഷെ നന്ദിനി കുറച്ച് ദൂരം അങ്ങ് ഓടുമ്പോഴേക്കും ഇവരിത് കാണുകയാണ്. ഇവരാണെങ്കിലോ നന്ദിനിയെ പിടിക്കാൻ വേണ്ടി ഇവർ പിന്നാലെ ഓടുന്നുണ്ട്. സൂര്യ ആണെങ്കിലോ ഈ ഒരു മറു സൈഡിലുണ്ടാവും, നന്ദിനി ഒരു സൈഡിലൂടെയും വരുന്നുണ്ടാവും. അങ്ങനെ സൂര്യ സാറിനെ കണ്ടെത്തുമെന്ന പ്രതീക്ഷയോടുകൂടി നന്ദിനി ഓടുമ്പോൾ നന്ദിനിയുടെ പിറകെ ഇവർ വരികയാണ് കേട്ടോ. പിന്നീട് ഈ പിക്കപ്പാണ് കാണിക്കുന്നത്. ഈ പിക്കപ്പ് ഒരു സൈഡിൽ നിർത്തിയിട്ടിരിക്കുകയാണ്. ആ സമയം ഈ ഗുണ്ടകൾ നന്ദിനിയുടെ പിറകെ ഓടാണ്. തന്നെ കൊല്ലുമെന്ന് മനസ്സിലാക്കിയ നന്ദിനി ഈ പിക്കപ്പിൽ നന്ദിനി കയറി പറ്റുകയാണ്. എന്നിട്ട് ഒരു ഫ്രിഡ്ജിക്കുള്ളിൽ നന്ദിനി കയറിയിരിക്കുകയാണ് കേട്ടോ. ഇതേ സമയം ഇവൾ ഈ നിമിഷം വരെ ഈ പിക്കപ്പ് വരെ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഇവൾ ഇങ്ങോട്ടേക്ക് പോയി. അപ്പോൾ ഗുണ്ടകൾക്ക് തോന്നാണ്, ഇത് നമ്മുടെ വണ്ടിയല്ലേ, ഇതിൽ കയറി പറ്റിയിട്ടുണ്ടാവും, ഇതിൽ തന്നെ ഉണ്ടാവും, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് അവർ മൊത്തത്തിൽ നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ ഫ്രിഡ്ജ് തുറക്കാൻ നോക്കുന്ന സമയത്ത് ഫ്രിഡ്ജ് തുറക്കുന്നില്ല. അയ്യോ, ഇതിന് ലോക്ക് ഇട്ടിരിക്കുക എന്നാ തോന്നുന്നത്. പക്ഷേ അങ്ങനെയൊന്നുമല്ല. നന്ദിനി ഉള്ളിൽ നിന്ന് വലിച്ചു പിടിക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു ഡോറ് തുറക്കാൻ പറ്റത്തില്ല കേട്ടോ. അതോടുകൂടി അവരത് ഒഴിവാക്കിയിട്ട് പോവുകയാണ്. അവളെ കണ്ടെത്തിയില്ലെങ്കിൽ ഗംഗാമേഡം നമ്മളെ കൊല്ലും, അത് ഉറപ്പുള്ള കാര്യമാണ്. ഗംഗാമേഡം ഏൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യണം. ഇതൊന്നും നന്ദിനി കേൾക്കുന്നില്ല. അപ്പോഴാണ് സൂര്യയെ ഈ ഗുണ്ടകൾ ഓടിച്ചിട്ട് ആക്രമിക്കാൻ ശ്രമിക്കുന്നത് കേട്ടോ. അപ്പോൾ സൂര്യ വേഗം രക്ഷപ്പെടാൻ വേണ്ടി സൂര്യയും ഈ പറയുന്ന ഈ വണ്ടിയിൽ തന്നെ കയറി പറ്റുകയാണ് കേട്ടോ. സൂര്യ ഒരു അലമാറയിലായിരിക്കും കയറുന്നത്. അതുകൊണ്ട് തന്നെ സൂര്യയും നന്ദിനിയും ഒരേ വണ്ടിയിൽ യാത്രയാവുകയാണ്. അങ്ങനെ ഇവരാണെങ്കിലോ ഈ സാധനങ്ങൾ ഇവരുടെ ഗോഡൗണിൽ, അതായത് നന്ദിനി താമസിച്ചിരുന്ന ആ ഗോഡൗണിൽ തന്നെ, നന്ദിനിയെ കെട്ടിട്ടിരിക്കുന്ന ആ ഗോഡൗണിൽ തന്നെ, ഗുണ്ടകൾ ആക്രമിക്കുന്ന ആ ഗോഡൗണിൽ തന്നെ സൂര്യ എത്തിപ്പെടുകയാണ് കേട്ടോ. കൂടെ നന്ദിനി ഉണ്ടെന്നും സൂര്യക്ക് അറിയില്ല. നന്ദിനിക്കാണെങ്കിലോ സൂര്യ തൻ്റെ കൂടെ ഉണ്ടെന്നും ഒരേ ലോറിയിൽ രണ്ടാളും യാത്ര ചെയ്യുകയാണെന്ന് ഇവിടെ സൂര്യക്കും നന്ദിനിയും പരസ്പരം അറിയാതെ ഇവരുടെ മുന്നിലോട്ട് എത്തിയിരിക്കുകയാണ്. അങ്ങനെ സാധനങ്ങളെല്ലാം ഈ ഗോഡൗണിൽ ഇറക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർ സൂര്യ ഒളിച്ചിരിക്കുന്ന ഈ അലമാറയുണ്ടല്ലോ അത് ഇറക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ മുടിഞ്ഞ വെയിറ്റ്, ഇതിനെന്താ ഇത്ര മുടിഞ്ഞ വെയിറ്റ്, അതിലെന്തെങ്കിലും സാധനം വെച്ചിട്ടുണ്ടാവോടാ, അതെടുത്തിട്ടോടാ,
അത് പറയുന്ന ഉടൻ തന്നെ സൂര്യ ആ സൂര്യ ഇരിക്കുന്ന ആ അലമാരയുടെ ഡോറ് ഇവർ തുറക്കാൻ നോക്കും. പക്ഷേ തുറക്കാൻ നോക്കുമ്പോൾ തനിക്ക് കഴിയുന്നില്ല. അപ്പോൾ ഉടൻ തന്നെ അത് പൂട്ടിയിട്ടുണ്ടാവും. നീ എന്ത് ചെയ്യും, നമുക്ക് എല്ലാവർക്കും കൂടി ഇതൊന്ന് എടുത്തു വെക്കാമെന്ന് പറയുന്നു കേട്ടോ. ഇതേ സമയം ഓക്കെ ആയിക്കോട്ടെ എന്നുള്ള നിലപാടുമായി ഇവരെല്ലാവരും കൂടി സൂര്യയും കൊണ്ട് ഈ അലമാറ താഴോട്ട് ഇറക്കി വെക്കുകയാണ്. എന്നിട്ട് ഇവരുടെ ഗോഡൗണിലോട്ട് മാറ്റുകയാണ്. ഇതുപോലെ തന്നെ ഫ്രിഡ്ജും തുറക്കാൻ നോക്കുമ്പോൾ അതിനും നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഇവർ പറയുകയാണ്, ഇതിനും നല്ല മുടിഞ്ഞ വെയിറ്റ് ഉണ്ടല്ലോ. അപ്പോൾ അത് കേട്ട ഉടൻ തന്നെ അത് ഇതുപോലെ തന്നെ ആയിരിക്കും, അതറിയാതെ ലോക്ക് ചെയ്തതായിരിക്കും, നമുക്ക് എന്തായാലും ഇങ്ങനെ എടുത്തു വെക്കാമെന്ന് പറയട്ടെ അവരത് എടുത്തു വെക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് ഇവരിങ്ങനെ പറയുന്നത്, അല്ല ആ പയ്യൻ, ആ സൂര്യ എന്ന് പറയുന്ന പയ്യൻ ഇതുവരെ എത്തിയിട്ടില്ലല്ലോ. അപ്പോൾ സൂര്യക്കും നന്ദിനിക്കും ആണെങ്കിലോ ചെറിയ ശബ്ദങ്ങളെ കേൾക്കത്തുള്ളൂ. അലമാറയും ഫ്രിഡ്ജും അടച്ചിരിക്കുകയാണല്ലോ, അതുകൊണ്ട് അധികം കേൾക്കത്തില്ല. പക്ഷെ സൂര്യ ആള് കള്ളനാണ്. സൂര്യ എന്ത് ചെയ്യും, പതിയെ ഇങ്ങനെ അലമാറ തുറന്നു നോക്കും. അപ്പം കാണാം ഈ കുണ്ടകൾ കേട്ടോ. തേടിയ വള്ളി തന്നെ കാലിൽ ചുറ്റിയിരിക്കുന്നു. അപ്പം ഇവരാണ് ഇതിന് പിറകിൽ കളിച്ചിരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായി. ഉറപ്പായും ഇവരുടെ അടുത്ത് നന്ദിനി ഉണ്ടാവും. ഇനി ഞാൻ ഇവിടെ തന്നെ ഇരിക്കണം എന്നുള്ള നിലപാട് സൂര്യ എടുക്കുകയാണ്. അങ്ങനെ സൂര്യ നിലപാടെടുക്കുമ്പോൾ ഉടൻ തന്നെ ഇവരാണെങ്കിലോ അവൻ ഇതുവരെ എത്തിയില്ലല്ലോ, ആ സാധനവുമായി ഇവിടെ എത്താന്ന് പറഞ്ഞതാ. പക്ഷേ അതൊരു മയക്കുപൊടി ആയിരിക്കൂട്ടെ. അപ്പോൾ സൂര്യ വരുന്ന വഴിക്ക് സൂര്യയെ ഈ മയക്കുപൊടി കണ്ട് പോലീസ് ഓടിക്കുന്ന ആ ഒരു രംഗമൊക്കെ ഉണ്ട്. അപ്പോൾ സൂര്യ അവരുടെ കണ്ണ് വെട്ടിച്ചാണ് സൂര്യ ഇവരുടെ അടുത്തോട്ട് എത്തുന്നത്, ഈ ലോറിയിൽ അകപ്പെടുന്നത് കേട്ടോ. അങ്ങനെ ഈ സമയം സൂര്യയാണെങ്കിലോ ഇവർ തന്നെയാണ് എന്തായാലും ഇവർക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇടുക, ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ടെന്ന്, നിങ്ങളുടെ ലൊക്കേഷൻ എനിക്ക് അയച്ചതാ, നിങ്ങളുടെ തൊട്ടരികിലാണ്, എൻ്റെ തിരക്ക് പിറകിൽ പോലീസുണ്ട്, എൻ്റെ കയ്യിൽ ഈ പൊടിയായതുകൊണ്ട്, അതുകൊണ്ട് തന്നെ നിങ്ങൾ എനിക്ക് ലൊക്കേഷൻ അയച്ചു തന്നാൽ മാത്രമാണ് നിങ്ങളിലോട്ട് എനിക്ക് എത്താൻ പറ്റത്തുള്ളൂ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ശരി എന്ന് പറഞ്ഞ് ലൊക്കേഷൻ അയച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഈ സമയം ഈ ലൊക്കേഷൻ അങ്ങ് സൂര്യയുടെ കയ്യിൽ കിട്ടുമ്പോൾ സൂര്യ തൻ്റെ ഫോൺ വെച്ച് നോക്കുമ്പോൾ താൻ ഇരിക്കുന്ന അതേ ലൊക്കേഷൻ. ഈശ്വര, പറയാനില്ല. അപ്പോഴേക്കും സൂര്യ താൻ രക്ഷപ്പെട്ടു, തീർച്ചയായും തൻ്റെ നന്ദിനി ഇവിടെ ഉണ്ടാവുമെന്ന് മനസ്സിലാക്കുകയാണ്. എന്നാൽ ഈ സമയം മറ്റൊരുത്തനാണെങ്കിലോ എന്തുകൊണ്ട് ഈ ഫ്രിഡ്ജ് തുറക്കുന്നില്ല, ഈ ഫ്രിഡ്ജ് എത്ര തുറക്കാൻ ശ്രമിച്ചിട്ടും തുറക്കുന്നില്ലല്ലോ, ലോക്കല്ലല്ലോ, ഇതിൻ്റെ കീ എൻ്റെ കയ്യിൽ കിട്ടി, പക്ഷെ അത് തിരിച്ചിട്ട് വളച്ചിട്ട് പോകുന്നില്ല, എന്നാൽ ഇത് തുറന്നേ പറ്റത്തുള്ളൂ. ആ വാശിയുമായി ആ ഫ്രിഡ്ജ് അങ്ങ് പിടിച്ച് ആഞ്ഞു വലിക്കുമ്പോൾ ആ ഫ്രിഡ്ജ് നന്ദിനി പിടിച്ച് വലിച്ച നന്ദിനിയുടെ പിടി വിട്ടു പോവുകയാണ് കേട്ടോ. അതോടുകൂടി ആ ഫ്രിഡ്ജ് തുറക്കുമ്പോൾ ഉടൻ തന്നെ അതിനുള്ളിൽ ഇരിക്കുന്ന നന്ദിനിയെ കാണാണ്. അപ്പോഴേക്കും അവൻ്റെ അട്ടഹസിച്ചുള്ള ചിരി, അഹഹ എന്ത് രസമാണ് കാണാൻ, ഇവള് നമ്മളിൽ നിന്ന് ഓടിപ്പോയി ഈ വണ്ടിയിലോട്ട് തന്നെ ഇരുന്നു, അതുകൊണ്ട് തന്നെ ഇവളെ കിട്ടിയത് കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ട് ഇവരിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവർ പറയണം, എന്തായാലും ഇവളെ ഓടിപ്പോയി എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു, എന്നാൽ ഇവളെ കിട്ടി, എങ്ങനെ എന്ത് പറയുന്ന ആലോചിച്ചിരിക്കുകയായിരുന്നു നമ്മളെ ഏൽപ്പിച്ച ഈ നമ്മുടെ ഏമാനോട്, ഇനിയിപ്പോൾ എന്തായാലും ഇവളെ കിട്ടിയല്ലോ, സമാധാനത്തോടു കൂടി ഇരിക്കാം എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നന്ദിനിയെ ഈ ഇതിൽ നിന്നങ്ങൾ പിടിച്ച് വലിച്ചിടുകയാണ്. അപ്പോൾ നന്ദിനി പറയാണ്, എൻ്റെ സൂര്യ സാറ് വരും, എൻ്റെ ദേഹത്ത് തൊടേണ്ട, കുറേ നേരമായാലോടി എൻ്റെ ഒരു സൂര്യ സാറ് സ്പൈഡർമാൻ ആണോ, ഇതാണ് എന്തൊക്കെയാണ് നിൻ്റെ വായിൽ, നീ ഒന്ന് നിർത്തുന്നുണ്ടോ, കുറേ നേരമായി, ഇനി അവൻ്റെ പേര് നീ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ ഞങ്ങളുണ്ടല്ലോ വെറുതെ വിടില്ല, നിൻ്റെ ചങ്കിന് പിടിക്കും, നിന്നെ ഞങ്ങൾ എന്താ ചെയ്യാന്ന് ഞാൻ പറയേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യത്തോടു കൂടി സംസാരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നന്ദിനിയുടെ കരണം നോക്കി സൂര്യയെക്കുറിച്ച് മധു പറയുമ്പോൾ അത് അത്ര അങ്ങ് ഇഷ്ടപ്പെടില്ല. അങ്ങനെ ആ ഗുണ്ടകൾ നന്ദിനിയുടെ കരണത്തടിക്കുമ്പോൾ അടിച്ചവൻ്റെ മുതുകത്ത് കാണാം ഒരു ചവിട്ട് കേട്ടോ. ഈശ്വര, ഇതെവിടുന്ന് ഈ ചവിട്ട് വീണ് എന്നുള്ള ഭാവത്തിൽ അങ്ങ് പേടിയോടുകൂടി അവരങ്ങ് നോക്കുമ്പോൾ താൻ കാണുന്ന കാഴ്ച തൻ്റെ പിറകിൽ സൂര്യ. എന്തൊരു രസം, എന്തൊരു ഭംഗി, ഇപ്പോഴാണ് നമുക്ക് നമ്മുടെ പണിക്ക് അതിൻ്റേതായ സുഖമുണ്ടെന്നറിഞ്ഞത്. നമ്മൾ ഇവനെ കിട്ടുവാൻ വേണ്ടി ഇവിടെ കിടന്ന് കഷ്ടപ്പെടുമ്പോൾ ഇവൻ നമ്മുടെ അടുത്തോട്ട് തന്നെ എത്തിയിരിക്കുന്നു. അപ്പോൾ സൂര്യ ആണെങ്കിലോ ഈ സമയം നന്ദിനിയുടെ മുഖത്തോട്ട് നോക്കുക, ഓടിച്ചെന്ന് നന്ദിനിയെ എടുക്കുകയാണ്. നന്ദിനി, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല സൂര്യ സാർ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുന്നുണ്ട്. ആഹാ,
എന്തൊരു പ്രണയ ജോഡികൾ. ഇവള് പറഞ്ഞതുപോലെ ഇവൻ ഇങ്ങോട്ടേക്ക് ഇത്ര പെട്ടെന്ന് എത്തുന്നു ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്പോഴേക്കും സൂര്യ, എന്താടാ നീ പറഞ്ഞത്? എൻ്റെ ഭാര്യയുടെ ദേഹത്ത് നിന്റെ കൈ വെച്ചൂലേ, എന്നാൽ ഈ കൈ ഞാനങ്ങ് വെട്ടാമെന്ന് പറഞ്ഞിട്ട് സൂര്യ അവൻ്റെ കൈ പിടിച്ച് പിടിക്കുകയാണ്. ആ ഗുണ്ടയ്ക്ക് ആ കൈ പിടിക്കുമ്പോൾ വേദന സഹിക്കുന്നില്ല. മറ്റു ഗുണ്ടകൾക്ക് അത് കണ്ടു നിൽക്കാനും കഴിയുന്നില്ല. അവർ ദേഷ്യത്തോടു കൂടി വീണ്ടും അടിക്കാൻ അങ്ങ് ഒരുങ്ങുമ്പോൾ ഉടൻ തന്നെ സൂര്യ മറ്റൊരുത്തൻ്റെയും ദേഹത്ത് കൈവെട്ടുകയാണ് കേട്ടോ. ഇതേ സമയം എല്ലാവരും കൂടി സൂര്യയെ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് പോലീസ് എത്തുന്നത്. പോലീസിനെ കാണുന്ന ഇവർ ഓടാൻ ശ്രമിക്കുമെങ്കിലും കൂടി സൂര്യ ഓടാൻ സമ്മതിക്കില്ല. സൂര്യ അവിടെ വെച്ച് തന്നെ പിടിക്കുകയാണ്. അങ്ങനെ എല്ലാവരെയും സൂര്യ പോലീസിന് പിടിച്ചു കൊടുക്കുകയാണ്. ഈ സമയം ഇവിടെ എങ്ങനെ പോലീസ് വന്നു എന്ന സംശയമായിരുന്നു. പക്ഷേ സൂര്യ അപ്പോൾ നന്ദിനിയോട് പറയുകയാണ്, അതെ, അവരെന്നോട് ലൊക്കേഷൻ അയച്ചു തന്നു. ആ സമയം ഞാനും നീയും ഒരേ ലൊക്കേഷനിലാണ് ഇരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. പിന്നീട് ഞാനൊന്നും നോക്കില്ല. അപ്പം തന്നെ ആ ലൊക്കേഷൻ പോലീസിന് അയച്ചു കൊടുത്തു. പോലീസിനോട് സെക്കൻഡുകൾക്കുള്ളിൽ ഇവിടെ എത്താൻ പറഞ്ഞു. അവരെത്തുകയും ഈ പറയുന്ന ഗുണ്ടകളെ പിടിക്കപ്പെടുകയും ചെയ്തു എന്ന് പറയുമ്പോൾ നന്ദിനി സൂര്യയുടെ നെഞ്ചിലോട്ട് അങ്ങ് കയറി അങ്ങ് പൊട്ടി കേട്ടോ. ഇങ്ങനെയാണ് സൂര്യ നന്ദിനിയെ രക്ഷിക്കുന്നത്. പക്ഷേ ഇതിനിടക്കാണെങ്കിലോ പത്മ ഇവിടെ തൻ്റെ പിറന്നാൾ നന്ദിനി ഇല്ലാതെ ആഘോഷിക്കാമെന്ന് കരുതിയിട്ട് അവരുടെ ആ ചടങ്ങുകളൊക്കെ നടത്തുകയാണ് കേട്ടോ. അതായത് ഏറ്റവും വ്യത്യസ്തമായ രീതിയിലായിരിക്കണം ഇവരുടെ 30ാം വാർഷികം എന്നുള്ള തീരുമാനം എടുക്കുകയാണ്. അപ്പോൾ ഇന്ന് എങ്ങനെയാണോ പെൺകുട്ടികളുടെ കല്യാണം കഴിയുന്നത് അതുപോലെ തന്നെ തൻ്റെ അച്ഛനെയും അമ്മയെയും കൊണ്ടുവരിക, സ്റ്റേജിലിരുത്തുക, മംഗളപ്പൂക്കൾ ഇടുക, പിന്നീട് കേക്ക് മുറിക്കുക, ഡാൻസ് കളിക്കുക, ഇതൊക്കെയുള്ള തീരുമാനത്തോടു കൂടി ഇവർ ആ തീരുമാനം എടുക്കുന്നു. അങ്ങനെ കേക്ക് മുറിയിലോട്ട് പോകുമ്പോൾ യതീന്ദ്രന് കേക്ക് മുറിക്കാൻ കഴിയില്ല. യതീന്ദ്രൻ പറയുകയാണ്, എൻ്റെ മോന് സൂര്യ ഇല്ലാതെ നന്ദിനി ഇല്ലാതെ എനിക്ക് കേക്ക് മുറിക്കാൻ കഴിയില്ല പത്മേ, നിങ്ങൾ എന്നെ നാണം കെടുത്തരുത്. ഞാൻ പറഞ്ഞു, ഞാൻ മരണമാണ് തിരഞ്ഞെടുത്തിരിക്കുന്ന വഴിയെന്ന്, ഞാൻ മരിക്കും, അതുകൊണ്ട് മര്യാദക്ക് ആ കേക്ക് മുറിച്ചോ എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കത്തിയെടുക്കുന്ന സമയത്ത് കാണാം പൊട്ടിത്തെറിയുടെ ശബ്ദം. ഉടൻ തന്നെ ഇവർ ആരാണ് നമ്മളെ വരവേൽക്കുന്നത്? അടിപൊളി പടക്കം പൊട്ടിക്കലാണല്ലോ ഈ കേക്ക് മുറിയുടെ സമയത്ത്, ഇതാരാണ്, ആരായിരിക്കും എന്ന് പറഞ്ഞ് ഇന്ദ്രജയും അതുപോലെ തന്നെ ഈ പറയുന്ന വിജയും പത്മയും എല്ലാവരും കൂടി ഓടിച്ചെന്ന് നോക്കുമ്പോൾ ആ പൊട്ടിക്കൽ കഴിഞ്ഞതിൻ്റെ പുകയൊക്കെ മാറിയതിന് ശേഷം ഒപ്പം കാണാം സൂര്യക്കൊപ്പം നന്ദിനി നിൽക്കുന്നത് കാണുമ്പോൾ പത്മയുടെ കിളി പോവുകയാണ്. പത്മ ഉള്ളിലോട്ട് വലിയാൻ നോക്കുമ്പോൾ ഉടൻ തന്നെ സൂര്യ പറയാണ്, പന്തയം പോലെ തന്നെ ആയിരിക്കണം, മുറിച്ചോളൂ, എൻ്റെ നന്ദിനിയുള്ള സമയത്ത് തന്നെ നിങ്ങൾ കേക്ക് മുറിക്കണം. അപ്പോഴേക്കും യതീന്ദ്രൻ ഒരു ഉഷാറൊക്കെ വന്നു കേട്ടോ. യതീന്ദ്രൻ പറയണേ, എന്താ പത്മേ നിനക്കിപ്പോൾ കേക്ക് മുറിക്കാൻ ഒരു മടി, വാ നമുക്ക് 2 പേർക്ക് ഒരുമിച്ച് നിന്ന് കേക്ക് മുറിക്കുക എന്ന് പറഞ്ഞിട്ട് കേക്ക് മുറിക്കലും നന്ദിനിയുടെ വായിലോട്ട് വെച്ച് കൊടുക്കലും സൂര്യയുടെ വായിലോട്ട് വെച്ച് കൊടുക്കലും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് ഇനി വരുന്നത്.